ഹലോ ഗായ്സ്, ഞങ്ങളുടെ ബേബി മൂണിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൃഷ്ണ ബീച്ച് റിസോർട്ട് പയ്യാമ്പലം കണ്ണൂരാണ്. സിറ്റിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലേക്കായി നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലെ റിസോർട്ടാണ് കൃഷ്ണ ബീച്ച് റിസോർട്ട്. മോഡേൺ ആർക്കിടെക്ചറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു നേച്ചറുമായിട്ട് നല്ലോണം കണക്റ്റ് ആയിട്ടുള്ള കിഡിലെ റിസോർട്ടാണ് കൃഷ്ണ ബീച്ച് റിസോർട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പം തന്നെ ഒരു ഗ്രാൻഡ് എൻട്രൻസ് ഉണ്ട്. ഗ്രാൻഡ് എൻട്രൻസിനോട് ചേർന്നിട്ട് തന്നെ റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്. 2 PM ചെക്ക് ഇൻ ടൈമും 12 PM ചെക്ക് ഔട്ട് ടൈമുമാണ്. 1 day സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. എനിക്ക് ഈ ഷാൻലിയർ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ശരിക്കും ഒരു വെൽക്കം ചെയ്യുന്നൊരു ഫീല് നമുക്ക് ആ ഷാൻലിയർ കാണുമ്പോൾ തന്നെ കിട്ടും. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്തു. പിന്നെ ക്രിസ്മസ് വൈബും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ലഗേജും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് 1 day ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അഥവാ നിങ്ങൾക്ക് ലഗേജസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാഫ് റൂം വരെ എത്തിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡീലക്സ് റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഡീലക്സ് റൂം വരുന്നത്. ബീച്ച് വ്യൂ ഒക്കെ ഉള്ള ഒരു റൂമാണ് ഡീലക്സ് റൂം. അങ്ങനെ റൂമിൽ ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ സ്പാ ഏരിയയിലോട്ടാണ് പോയത്. ശ്രീക്ക് ഒരു സ്പാ നമ്മൾ ഓൾറെഡി അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പായുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിഡ്സിന് ഒരു പ്ലേ ഏരിയ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലേ ഏരിയ ആണ്. പ്ലേ ഏരിയനോട് ചേർന്നിട്ട് തന്നെ വെൽനസ് സെൻറ്റർ ഉണ്ട്. വെൽനസ് സെൻറ്ററിലാണ് നമ്മുടെ സ്പായും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് സ്പാ റൂം വരുന്നത്. നല്ല നേച്ചറായിട്ട് തന്നെ നല്ല കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ശരിക്കും ആ റിസോർട്ടിലുണ്ടായിരുന്നു. നമ്മളെ മൈൻഡൊക്കെ ഒന്ന് കാമാക്കാനും നല്ല റിലാക്സ് മോഡിലേക്ക് തന്നെ ഞങ്ങൾ രണ്ടാളും പോയി. പിന്നെ ഇതാണ് അവരുടെ ഗസ്റ്റ് ലോഞ്ച് വരുന്നത്. നമ്മൾ 104 റൂമിലാണ് നിന്നത് കൃഷ്ണ ബീച്ച് റിസോർട്ട്. അപ്പം റൂം ടൂർ കാണാം. പറ. Hi guys, welcome to our room tour. ഒക്കെ കയറി വരുമ്പോൾ തന്നെ ഇതാണ് റൂം വരുന്നത്. ഇതാണ് റൂം. ഒരു സോഫ വരുന്നുണ്ട്, പിന്നെ ഒരു ബെഞ്ചും ഒരു ടീപ്പോയി, ഒരു TV, പിന്നെ ഒരു ഡബിൾ കിങ് സൈസ് ബെഡ് വരുന്നുണ്ട്, ഒരു മിനി ഫ്രിഡ്ജ്, പിന്നെ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചായ കാപ്പിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഒരു മിററുണ്ട്, കുട്ടി മിററുണ്ട്. ഒരു വർക്ക് സ്പേസ് പോലെ വരുന്നുണ്ട്. പിന്നെ ബാത്റൂം വരുന്നത് ഡോറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ്. ഇവിടെയും ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു മിററുണ്ട്. വാർഡ്രോബിൻ്റെ ഉള്ളിൽ അയൺ ബോക്സും അയൺ ചെയ്യേണ്ട സ്റ്റാൻഡും പിന്നെ ലോണ്ട്രി ഡീറ്റെയിൽസും സർവീസസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്കർ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോണ്ട്രി ബാഗും പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു 1 time യൂസിനായിട്ടുള്ള ചപ്പൽസും അവിടെ ഉണ്ടായിരുന്നു. വാഷ്റൂമിൽ എന്തുണ്ട്? ബാത്ത് ടബുണ്ട്. ബാത്ത് ടബും നമുക്ക് വേണ്ട ടവൽസും കാര്യങ്ങളൊക്കെ അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും ഒരു മിററുണ്ട്, ഒരു ഷേവിങ് മിററും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എല്ലാ അമ്യൂണിറ്റീസും അവർ തരും. ബ്രഷ്, കോമ്പ്, ലൂഫ, ഷവർ ക്യാപ്പ്, ഷേവിങ് കിറ്റ്, കണ്ടീഷണർ, ഷാമ്പൂ, സോപ്പ്, പിന്നെ ഒരു ഡ്രയറും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൂം ടൂർ. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ഡീലക്സ് റൂമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു 6,000 റേറ്റിലാണ് വരിക, പ്ലസ് GST കാര്യങ്ങളും. ചില സമയത്ത് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. ഞാനും 9 months പ്രഗ്നൻ്റായ ഞാനും ഉണ്ട്, ശ്രീയുണ്ട്. ഇനി ഈ റൂമിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഡീലക്സ് റൂം വരുന്നത് ബീച്ച് വ്യൂ ആണ്. നമ്മുടെ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം. അപ്പം അത് ബീച്ചാണ്. ഇത് കുറച്ചും കൂടി ഒരു ഡിവൈൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് സ്റ്റാച്യൂസും അല്ലേ, ഗോഡിൻ്റെ ഒക്കെ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്, കടലിൽ നിന്നുള്ള കാറ്റ്.
നല്ല സ്പാ ഒക്കെ ചെയ്ത് ഒരാള് ഞാൻ ഓയിലിൽ മുങ്ങിയിരിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? നല്ല റിലാക്സ് ആയി. നല്ലൊരു എന്താ പറയുക, ഭയങ്കര റിലാക്സിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഫുൾ ഓയിൽ കുളിച്ചിട്ടാ ഉള്ള ഞാൻ. ഫുൾ ബോഡി മസാജും സ്റ്റീമും ചെയ്തു. ഒരു ബാത്തെല്ലാം കൂടെ ബാത്തെല്ലാം കഴിഞ്ഞു. നല്ല ഹോട്ട് വാട്ടറിലും ബാത്ത് ചെയ്തു. ഫുൾ അടിപൊളി. ബാൽക്കണി വരുന്നത്. ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ളത് ഇതുണ്ട്. ബാക്കിൽ ബീച്ച് വ്യൂ വരുന്നുണ്ട്. ബീച്ചിലേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ എൻട്രൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് ബീച്ചിലേക്ക് പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇത് ബാക്ക് സൈഡാണ് വരിക ബീച്ച്. അപ്പം അതിലോട്ട് പോകാനുള്ള വഴിയുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബേബി മൂൺ എൻജോയ് ചെയ്യുന്നത്. പിന്നെന്താ, ശ്രീ എനിക്ക് നല്ലൊരു കോഫിയൊക്കെ ഇട്ടതെന്ന് ഞാൻ ആ സൺസെറ്റൊക്കെ കണ്ട് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് റിലാക്സായി. നല്ല രസമുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. അവിടെ നിന്ന് തന്നെ എൻട്രൻസ് ഉണ്ട് ബീച്ചിലേക്ക്. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നൈറ്റ് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. കഫേയിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ച് രാത്രി ആയപ്പോഴത്തേക്ക് റിസോർട്ടിലേക്ക്. ഇതാണ് റിസോർട്ടിലെ രാത്രിയത്തെ വ്യൂ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ബീച്ചിൻ്റെ ആ ഒരു തിരേൻ്റെ ഒക്കെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പം. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല റിസോർട്ടാണ് ഇത്. പയ്യാമ്പലം ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത് കൃഷ്ണ ബീച്ച് റിസോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും സ്റ്റേ ചെയ്യും. മോർണിംഗ് നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി എണീച്ചപ്പോഴത്തേക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. കോംപ്ലിമെൻ്ററി ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വരുന്നത്. അന്നുണ്ടായ സ്പ്രെഡ് തട്ടുദോശ, ഇഡലി, സാമ്പാർ, പിന്നെ ബട്ടൂര, ചന മസാല, വട, അതൊക്കെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഉപ്മാവും പിന്നെ ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുനും പേസ്ട്രീസും മഫിൻസും അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗും പാൻ കേക്ക്സും പിന്നെ ചിക്കൻ്റെ ഒരു പാൻ കേക്ക് പോലെ പനീർ ആലു പറാത്ത, ഉപ്മാവും പിന്നെ അതിനനുസരിച്ചുള്ള സ്പ്രെഡ്സും കാര്യങ്ങളും പിന്നെ ബ്രെഡ് ബട്ടർ ജാമും കട്ട് ഫ്രൂട്ട്സും ജ്യൂസസ് ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള ജ്യൂസ്, വാട്ടർ മെലണും മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ കോഫി, ടീ, കോൾഡ് മിൽക്കും ഹോട്ട് മിൽക്കും. ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കാമായിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. നീറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ 1 ഡേ സ്റ്റേ കൃഷ്ണ റിസോർട്ടിൽ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ ഡോക്ടറെ അടുത്ത് പോകണം. ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. 12 o'clock ചെക്കൗട്ട് ടൈം. അപ്പം നല്ലൊരു സ്റ്റേ ആയിരുന്നു അല്ലേ? രാവിലത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. ഇനി എന്താ പറയുക, ഇനി ഡോക്ടറെ അടുത്ത് പോകണം. ചെക്കപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് നേരെ വീട്ടിലേക്ക് വിട്ടു.